നോക്കൂ പ്രശാന്തേ, വളരെ ഗൗരവമുള്ളൊരു വാർത്തയാണ് അമേരിക്കയിൽ നിന്ന് ഇപ്പോൾ വരുന്നത്. ഒരുപക്ഷെ നമ്മൾ പറയും ജയശങ്കർ വീണ്ടും ഞെട്ടിച്ചു എന്ന്. കാരണം ഇന്ത്യയും അമേരിക്കയും തമ്മിൽ നടക്കുന്ന ചർച്ചകൾ അതെങ്ങും എത്തിയില്ല എന്നുള്ളതാണ് സത്യം. എന്തുകൊണ്ട് എത്തിയില്ല എന്നതിന് ഉത്തരമായിട്ട് ജയശങ്കർ പറയുന്നത്, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് നമ്മൾ ആഗ്രഹിക്കുന്നതനുസരിച്ച് കാര്യങ്ങൾ നീങ്ങാത്തതുകൊണ്ട് നമ്മൾ അതെങ്ങും എത്തിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അതായത് അമേരിക്കയ്ക്ക് കീഴടങ്ങിയോ അമേരിക്കൻ താല്പര്യത്തിന് കീഴടങ്ങിയോ ഇന്ത്യ അമേരിക്കയുമായി ഒരു വ്യാപാര കരാറിൽ ഇടപെടുന്ന ഒരു പ്രശ്നവുമില്ല എന്നാണ് ജയശങ്കർ വളരെ ശാന്തമായും മിതമായും എന്നാൽ ധീരമായും പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ ഒരു ജിയോ പൊളിറ്റിക്കൽ പൊസിഷൻ എങ്ങനെയാണ് പുനർനിർമ്മിക്കേണ്ടത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടുള്ളൊരു ഇടപെടലായിട്ട് ഞാനതിനെ കണക്കാക്കുകയാണ് ചെയ്യുന്നത്. ട്രംപിൻ്റെയും അതേപോലെ തന്നെ അമേരിക്കയുടെ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറയുന്നത് അത്ര ആശാവഹമല്ല. കാരണം ഷട്ട് ഡൗണിലാണ് അമേരിക്ക. എങ്ങനെയാണ് പ്രശാന്ത് ഇതിനെ കാണുന്നത്? അതെ സാറേ, നമ്മളിതിനെ കാണേണ്ടതെന്ന് പറഞ്ഞാൽ എല്ലാ രാജ്യങ്ങൾക്കും തിട്ടൂരം ഏർപ്പെടുത്തിയിരുന്ന ഒരു രാജ്യം, അല്ലെങ്കിൽ ഇങ്ങനെ പോകണം അങ്ങനെ പോകണം ഇങ്ങനെ പോയാൽ മതി, അതാണ് ഞങ്ങളുടെ തീരുമാനം എന്ന് പഴയൊരു സംവിധാനത്തിൽ നിന്ന് അമേരിക്കയെ പൊളിച്ചെഴുതിയ ഒരു രാജ്യമായിട്ട് ഇന്ത്യയെ നമുക്ക് കണ്ടുവരും. ചിലപ്പോൾ നമ്മൾ ഈ പറയുമ്പോൾ പിന്നെ 4.6 ട്രില്യനുള്ള ഇന്ത്യ മഹാരാജ്യം അമേരിക്കയെ 30 ട്രില്യനുള്ള അമേരിക്കയെ പൊളിച്ചെടുക്കാൻ പോയി. ഇയാൾ ഇതെന്ന് പറയുന്നത് പോലാണല്ലോ കാര്യങ്ങൾ, അത് അവർ കാണിച്ചു തരും എന്നൊക്കെ. പക്ഷേ അങ്ങനെയല്ല. ഇപ്പോൾ ഇതിനകത്ത് ഇന്ന് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന പ്രസ്താവന അദ്ദേഹം പറഞ്ഞതാണ്, ആരെ പേഴ്സൺ സാർ പറഞ്ഞതാണ്, നമുക്കൊരു ഡെഡ് ലൈൻ ഉണ്ട്, നമ്മൾ ഡെഡ് ലൈൻ ഇട്ടിട്ടുണ്ട്. ആ ലൈനിനപ്പുറം വന്നാൽ നമ്മളത് അംഗീകരിക്കുന്ന അവസ്ഥയില്ല. ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നു. അമേരിക്ക എന്ന് പറയുന്ന രാജ്യം വലിയ രാജ്യമാണ്. ആ രാജ്യമായിട്ട് വ്യാപാര കരാർ അല്ലെങ്കിൽ വ്യാപാരം നടത്തേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ താല്പര്യങ്ങൾ നമുക്ക് സംരക്ഷിച്ചുകൊണ്ടേ അത് പോകാനൊക്കത്തുള്ളൂ. ഇന്ത്യയുടെ താല്പര്യങ്ങളുണ്ട്, ഇന്ത്യയുടെ ജനത്തിൻ്റെ താല്പര്യമുണ്ട്, രാജ്യത്തിൻ്റെ താല്പര്യമുണ്ട്. അപ്പോൾ അതനുസരിച്ചേ പോകാനൊക്കത്തുള്ളൂ. അതുകൊണ്ട് വ്യാപാര കരാർ ഈ പറയുന്നത് പോലെ നീണ്ടു പോകുന്നു. അപ്പം അത് അല്ലെങ്കിൽ പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ടി ശ്രമിക്കുന്നു. നമുക്കെതിരെ ഈ പറഞ്ഞ സാറ് പറഞ്ഞ പോലെ താരിഫ് കൊണ്ടുവന്നു, അത് 25% ആയിരുന്നു, ഇപ്പോൾ 50% അതൊന്നും അംഗീകരിച്ച് കൊടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയില്ല എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം സംസാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇദ്ദേഹം പറഞ്ഞ് ഞെട്ടിച്ചു എന്ന് പറഞ്ഞല്ല, നമ്മൾ നമ്മുടെ കാര്യം പറഞ്ഞു, നമ്മുടെ താല്പര്യത്തിനനുസരിച്ച് മാത്രം നിന്നു പോകുന്ന ഒരു ഇന്ത്യ മഹാരാജ്യം, അത് തിട്ടൂരം ഒന്നും വേണ്ട, അല്ലെങ്കിൽ നമുക്ക് നമ്മുടേതായ തീരുമാനമുണ്ട്. അപ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് ഒരു ഇന്ത്യ മഹാരാജ്യത്തിന് പോകാൻ ഒരുപക്ഷെ ഒരു ഭരണാധികാരി കയറിയിരുന്ന, ഒരു ജയശങ്കർ കയറിയിരുന്ന അങ്ങനെ പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു അവസ്ഥ ഉണ്ടാവണമെങ്കിൽ രാജ്യത്തിൻ്റെ അവസ്ഥ ആ രീതിയിലേക്ക് എത്തിച്ചിട്ടുണ്ടാവും. കാരണം ഇന്നത്തെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഇന്ത്യക്കകത്ത് സാറ് ഈ പറയുന്ന ലോകത്തിൻ്റെ പ്രസിഡൻ്റാണ്, എല്ലാവരും പറയുന്ന അമേരിക്കൻ പ്രസിഡന്റ് എന്ന് അംഗീകരിച്ച് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. ആ അമേരിക്കൻ പ്രസിഡന്റ് രാവിലെ വൈകിട്ടും കാര്യം പറയുക, ഞാൻ താരിഫ് ഉയർത്തി, അല്ല ഞാൻ ഇന്ത്യ കാച്ചു കയറി, ഇന്ത്യ റഷ്യ എണ്ണ മേടിക്കുന്നു, മറ്റ് നമ്മുടെ ഇതിന് മറുപടി ആരാ പറയുന്നത്? ജയശങ്കറിനെ പോലുള്ളവരാ പറയുന്നത്. അതായത് വിദേശകാര്യ മന്ത്രി അതിന് മറുപടി പറയുന്നത്. യഥാർത്ഥത്തിൽ അതിന് മറുപടി പറയേണ്ടതാരാ? നമ്മുടെ പ്രധാനമന്ത്രിയെങ്കിലും പറയണ്ടേ? അപ്പം നമ്മൾ ഈ പറയുന്ന ചില കാര്യങ്ങളിൽ സംസാരിക്കുന്നതിന് മറുപടി കൊടുക്കാൻ പോലും വില വെച്ചാണ് മറുപടി കൊടുക്കുന്നത്. അത് അമേരിക്കക്കാട്ടി വലിയ വിലയില്ല ഇന്ത്യയുടെ പ്രധാനമന്ത്രി നിൽക്കുന്നത്. മറുപടി പറയേണ്ടതിന് മാത്രം മറുപടി പറയുന്നു, ആവശ്യമുള്ളതിനകത്ത് അതായത് മാത്രം മറുപടി പറയുന്ന ഒരവസ്ഥ. അതായത് അപ്പം രാജ്യം ഉറ്റുനോക്കുമ്പോൾ ഇതൊക്കെ സാറേ ഒരു പ്രോട്ടോക്കോളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഈ പറയുന്നത് ഒരാൾക്ക് മറുപടി, ഒരു അമേരിക്കൻ പ്രസിഡന്റ് പറയുമ്പോൾ അതിന് മറുപടി പറയേണ്ട ഒരു രാജ്യത്തിൻ്റെ ഭരണാധികാരി അതുപോലും ചെയ്യുന്നില്ല ഇന്ത്യ. അല്ലെങ്കിൽ മറുപടി പറയേണ്ടതിന് മാത്രം മറുപടി പറയുന്നു, അല്ലെങ്കിൽ അതിനനുസരിച്ച് വിദേശകാര്യ മന്ത്രിമാരെ കൊണ്ട് മറുപടി പറയിക്കുന്നത്. ഇപ്പം മാത്രമല്ല ഇപ്പോഴത്തെ അവിടുത്തെ ഒരു അവസ്ഥ, ഈ സാറ് ഷട്ട് ഡൗണിൻ്റെ കാര്യം പറഞ്ഞില്ലേ, ഷട്ട് ഡൗണിൻ്റെ കാര്യം പറയുമ്പം ഷട്ട് ഡൗൺ എന്ന് പറയുമ്പം അമേരിക്ക അടച്ചിട്ടിരിക്കുകയാണ്. പട്ടാളക്കാരന് പൈസ ഇല്ല. ഏതാണ്ട് 8 ലക്ഷം ജീവനക്കാരില്ലേ, കേന്ദ്ര ജീവനക്കാർ, ഇവരെ പിരിച്ചുവിടുമെന്ന് പറയുന്ന ഒരു ഭരണാധികാരി. സാറേ ഒരു രാജ്യത്തിനകത്ത് രാജ്യത്തിൻ്റെ സെർവൻസ് ആണല്ലോ നമ്മൾ ഈ പറയുന്നത്. ഇപ്പം എനിക്കറിയാവുന്ന എൻ്റെ വിചാരം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ കേരളത്തിലെ സെക്രട്ടേറിയറ്റ് ജീവനക്കാരെ സുപ്രഭാതത്തിൽ പിണറായി പറയുക അങ്ങ് പിരിച്ചുവിടുക, അങ്ങനെ പിരിച്ചുവിടാൻ പറ്റുമോ? അങ്ങനെ പിരിച്ചുവിടാൻ പറ്റുമായിരിക്കും, പിന്നെ എങ്ങനെ രാജ്യം മുന്നോട്ട്? അമേരിക്ക നമ്മൾ പ്രതീക്ഷിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യവഹാര വ്യവസ്ഥയുള്ള ഒരു രാഷ്ട്രമാണ്. അതുകൊണ്ടായിരിക്കും ഇങ്ങനെ വൈറ്റ് ഹൗസ് അടച്ചിടാനായിട്ട് അവർക്ക് കഴിയുന്നത്. അല്ലെങ്കിൽ ഷട്ട് ഡൗൺ എന്ന് പറയുന്നൊരു പദ്ധതി നമുക്ക് ഇന്ത്യയിൽ അങ്ങനെ അതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ല. ഒരു ദിവസം പോലും നമ്മുടെ സെക്രട്ടേറിയറ്റ് പൂട്ടിയിടുന്നതിനെക്കുറിച്ച് കേരളത്തിന് ആലോചിക്കാൻ പറ്റില്ല. അതുപോലെ ഇന്ത്യയിലാണെന്ന് വെച്ചാൽ ഇന്ത്യൻ പാർലമെൻറ്റും അതുമായി ബന്ധപ്പെട്ടിരിക്കുന്ന പ്രവർത്തന ശൃംഖലകൾ, ഗവേണൻസിൻ്റെ പാർട്ടുകൾ അതൊന്നും അടച്ചിടാൻ നമുക്കാവില്ല. ഇപ്പോൾ അമേരിക്കയിൽ എന്താണെന്ന് വെച്ചാൽ നാസ പോലും പൂട്ടുന്ന സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. നാസ പൂട്ടി ഫണ്ട്. അതെ. അപ്പോൾ പണമുണ്ടെങ്കിൽ മാത്രമേ അത് പ്രവർത്തിക്കുകയുള്ളൂ. പണം കൊടുക്കാൻ അവരാരും തയ്യാറില്ല.
നാസയെ മാത്രമല്ല ബാധിക്കുന്നത്. ട്രംപ് വളരെ മത്സരബുദ്ധിയോടുകൂടി തന്നെ അദ്ദേഹത്തിൻ്റെ എതിരാളികളെ അല്ലെങ്കിൽ പ്രതിപക്ഷത്തെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം കാണുന്ന ഇതാണ്, ശരിയാണ്, മൊത്തം അമേരിക്ക സ്തംഭനത്തിലെ പോവാണ്, നീയൊക്കെ ഭരിക്കുന്ന കുറേ സംസ്ഥാനങ്ങളുണ്ടല്ലോ, പ്രതിപക്ഷത്തിനോട് പറയുന്നതാണ്, അവർക്ക് ചില്ലിക്കാശ് കിട്ടില്ല, അതുകൊണ്ട് എല്ലാവരും കൂടി മൊത്തം അടച്ചുപൂട്ടിപ്പിക്കോ എന്ന നിലയ്ക്ക് ഒരു ഭരണാധികാരി സംസാരിക്കുന്നത് ഞാൻ വളരെ അമ്പരപ്പോടുകൂടിയാണ് കാണുന്നത്. അല്ല, വേറൊരു കാര്യം, അപ്പോൾ ഈ പറഞ്ഞു വന്നതിനകത്ത് വേറൊരു കാര്യം കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് സാറേ, ഇന്ത്യയുടെ ആ ഒരു അവസ്ഥ, ഇന്ത്യയുടെ താല്പര്യത്തിനനുസരിച്ച് ഇന്ത്യയുടെ ഭരണാധികാരികളും ഇന്ത്യൻ ജനവും നിൽക്കുകയാണ്. അതിനൊരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഈ താരിഫിൻ്റെ വിഷയം വെച്ചിട്ടാണ്, അതിനെ അതിജീവിക്കാനാണ് ഇന്ത്യൻ വിപണിയിൽ കൂടുതൽ ആൾക്കാർക്ക് സാധനങ്ങൾ മേടിക്കാൻ നമ്മുടെ GSTക്ക് അത് കുറവ് വരുത്തി കൊടുത്തു. കഴിഞ്ഞ ദിവസത്തെ കണക്ക് ലോകത്തെ ഞെട്ടിച്ചിരിക്കുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നവരാത്രി ഉത്സവമായിട്ട് ബന്ധപ്പെട്ട ഒരു പർച്ചേസ് നടക്കുമല്ലോ നമ്മുടെ ഇവിടുത്തെ വടക്കേ, ഭയങ്കര പർച്ചേസ്. അതിനുശേഷം വരാൻ പോകുന്ന ദീപാവലിയിലെ പർച്ചേസ് ഇന്ത്യ വിചാരിക്കുന്നത് ഇപ്പം തന്നെ 100 രൂപയുടെ കച്ചവടം നടക്കേണ്ടത് 140 ആ കച്ചവടം നടന്നാൽ തന്നെ ലോക റെക്കോർഡാണ്. കാരണം ഇതെല്ലാം അതിജീവിക്കാൻ പറ്റും. ആ സമയത്ത് സാറി പറഞ്ഞതുപോലെ കട പൂട്ടാൻ നിൽക്കുക. നമ്മൾ ഏറ്റവും പ്രബുദ്ധമാണ്, അല്ലെങ്കിൽ അവിടുത്തെ ഭരണാധികാരികളും ഈ പറയുന്ന അവിടുത്തെ ജനതയും എല്ലാം അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ആൾക്കാരെ തീരുമാനിക്കുന്ന ഒരു രാജ്യമാണ്. കാരണം ഭരണം 2 പാർട്ടിയേ ഉള്ളൂ, ഭരണപക്ഷമായാലും പ്രതിപക്ഷമായാലും രാജ്യ താല്പര്യം ചർച്ച ചെയ്ത് കൺവെൻഷനൊക്കെ നമ്മൾ കണ്ടിട്ടില്ല ഇവരുടെ ഇലക്ഷൻ മുമ്പ്. അങ്ങനത്തെയുള്ള അങ്ങനെ ഇരിക്കുന്നിടത്താണ് ഈ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തെ ഇപ്പോൾ അവിടുത്തെ അവസ്ഥ പരിശോധിക്കുമ്പോൾ ആഭ്യന്തര കലകം ഭയങ്കര രൂക്ഷമായി. ഇവൻ രാജ്യം ലോകം മൊത്തം ഉള്ള ഇടത്ത് ആഭ്യന്തര കലകം ഉണ്ടാക്കി അല്ലെങ്കിൽ റെസ്യൂം ചെയ്തുകൊണ്ടിരിക്കുന്ന രാജ്യം. അതിനകത്ത് ആഭ്യന്തരകലം ഭയങ്കര. സാറി പറഞ്ഞതുപോലെ ട്രംപ് വിചാരിക്കുന്നത് പറയാം, വേണ്ടടാ പൈസ നീ പാസ്സാക്കണ്ട, നീ പൈസ പാസ്സാക്കണ്ട, നീയൊക്കെ ഭരിക്കുന്ന സംസ്ഥാനം അല്ലെങ്കിൽ അവിടുത്തെ സംസ്ഥാനങ്ങളുണ്ടല്ലോ, അവിടുത്തെ നീ ഉണ്ടാക്കി വെച്ചേക്കുന്ന വികസനത്തിന് ഞാൻ കാശ് തരത്തില്ല. അതാ പുള്ളിയുടെ താല്പര്യം. അതായത് പരസ്പരം അവർ മത്സരിച്ച് രാജ്യത്തെ തന്നെ തീർക്കണം. അതുപോലെ ഇവർ പറയുന്നത് ഞങ്ങൾ പാസ്സാക്കി തരത്തില്ല. എന്താ ഒബാമ കെയർ എന്ന് പറയുന്ന ഒരു അതിന് അപ്പം ഇവര് പരസ്പരം അത്രയ്ക്ക് ഒരു സാധാരണ റോഡിൽ കിടന്ന് ഷാപ്പിൻ്റെ മുമ്പിൽ അടിയിടുന്ന ശത്രുക്കളുടെ പോലും നിലവാരമില്ലാത്ത രാഷ്ട്രീയ ബോധമില്ലാത്ത ഒരു രീതിയിലേക്ക് അമേരിക്കയിലെ രാഷ്ട്രീയം വരെ മാറി. അതായത് ട്രംപും പ്രതിപക്ഷവും ഷാപ്പിന് മുന്നിൽ അടികൂടുന്ന തെമ്മാടികൾ മാത്രമായിട്ട് മാറിക്കൊണ്ടിരിക്കും. അങ്ങനെ വേണമെങ്കിൽ കണക്കാവുന്ന രീതിയിലേക്ക് പോകണം. അത് അല്ല, നമ്മൾ ഈ പ്രബുദ്ധമാണ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ എല്ലാമാണെന്ന് പറയുന്നിടത്ത് ഒരു പ്രബുദ്ധതയുമില്ല. നമ്മൾ പറയത്തില്ലേ ചില ഏതാണ്ട് ചിലവനൊക്കെ പൈസ ഉണ്ടായാൽ അവനെ കൊണ്ട് സഹിക്കാൻ പറ്റത്തില്ല, അവനൊരു കൂട്ടുകൊണ്ട് ഇറങ്ങുമെന്ന് പറഞ്ഞതുപോലെ അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിന് യാതൊരു സംസ്കാരവും ഇല്ലാത്ത രാജ്യമെന്ന് പറയേണ്ടി വരും, അല്ലെങ്കിൽ ഇവനൊരു പാരമ്പര്യമില്ലാത്ത രാജ്യമെന്ന് പറയുന്നത് വരും. നമ്മളീ പറയത്തില്ല, ഇപ്പോൾ ഇന്ത്യക്ക് ഭാരത സംസ്കാരം എന്ന് പറയുന്നത് 3000 അങ്ങനെയൊക്കെ പറയുന്നത് എത്ര കൊല്ലത്തെയാണെന്ന് അറിയത്തില്ല, സംസ്കാരമുണ്ട്. അപ്പോൾ ആ സംസ്കാരത്തിൻ്റെ ഒരു സ്വഭാവം വിവിധ അഭിപ്രായമുള്ളവനുണ്ടാവും, വിവിധ ജാതി ഉണ്ടാവും, വിവിധ മതം ഉണ്ടാവും. പക്ഷേ ഇന്ത്യക്കാരൻ ആ സംസ്കാരത്തിൻ്റെ ഒരു ഇതുണ്ട്. ഇവൻ ഏത് സംസ്കാരമുള്ളത് എങ്ങാണ്ടൊന്നും ഉണ്ടാക്കിയൊരു നമ്മൾ പറയും ഇത്. അതുകൊണ്ട് ഞാൻ പറയാം, എല്ലാവരും വന്നുകൂടി എങ്ങാണ്ടുണ്ടായ ഒരു രാജ്യമില്ല സാറേ. അല്ല, ശരിക്കും എന്താണെന്ന് വെച്ചാൽ ചില ഇടങ്ങളിലൊക്കെ നമ്മൾ ഈ പെഡിഗ്രി എന്ന് പറയുന്നത് കാര്യമായ രീതിയിൽ പരിഗണിക്കേണ്ട ഘട്ടം വരും. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ ട്രംപിൻ്റെ ഒരു പ്രശ്നം അത് തന്നെയാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അമേരിക്കയിൽ നിന്ന് നമ്മൾ എക്കാലത്തും പ്രതീക്ഷിച്ചിരുന്നത് ലോകത്തിൻ്റെ ജനാധിപത്യത്തിൻ്റെ ഒരു വലിയ വാതായനം തുറന്നു വെച്ച രാഷ്ട്രം എന്ന നിലയ്ക്ക് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവരിൽ നിന്ന് പലരും അവരുടെ കൂടെ നിൽക്കുന്നവരും എതിരാളികളൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ തകർത്ത് തരിപ്പണമാക്കുന്ന തരത്തിൽ ഈ കുരങ്ങൻ ചെറിയ ചുടിയോറുമാകുന്ന തരത്തിലുള്ള പ്രവൃത്തിയായിട്ട് ഇപ്പോഴത്തെ അവസ്ഥ മാറിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് അവരുണ്ടാക്കിയ ഈ ചുങ്കയുദ്ധം നമുക്ക് വലിയ പരിക്കുണ്ടാക്കാനായിട്ട് പ്രാപ്തിയുള്ളത് തന്നെയാണ്. കാരണം പല മേഖലകളിലും നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനായിട്ട് അതുകൊണ്ട് കഴിയും. കാരണം 50%, 100% ഒക്കെ ആയിട്ട് ചുങ്കം ഉയർത്തി കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് കയറ്റി അയക്കുന്ന ഒരു ഉൽപ്പന്നവും കയറ്റി അയക്കാനായിട്ട് പറ്റാതെ. പക്ഷേ നമുക്ക് മാത്രമല്ല പ്രശ്നം അവർക്കുമുണ്ട്. രണ്ടാമത് വിസയ്ക്ക് വലിയ തുക അവർ ഈടാക്കുന്നതും ഇവിടെ നിന്ന് ചെറുപ്പക്കാർക്ക് അമേരിക്കയിലേക്ക് പോകാനുള്ള വഴി അടക്കുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്ക് ചേക്കേറുന്ന ബൗദ്ധിക സ്വത്ത് അതിന് തടയിടുന്ന ഒരു പ്രക്രിയ എന്ന് പറയുന്നത് അമേരിക്കയുടെ തന്നെ വ്യവസായ രംഗത്തെ, IT മേഖലയെ, ശാസ്ത്രരംഗത്തെ ഒക്കെ തകർക്കുന്നതായി മാറിത്തീരാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യക്ഷത്തിലുണ്ടായ പ്രതിഫലം പരിശോധിച്ചാൽ അമേരിക്കയിലെ വൻ കമ്പനികളെല്ലാം ഇന്ത്യയിലേക്ക് വരാൻ തയ്യാറെടുക്കുകയാണ് ചെയ്യുന്നത്. മക്കളെ, നിങ്ങളെ ഇങ്ങോട്ട് കയറ്റില്ലെങ്കിൽ ഞങ്ങൾ അങ്ങോട്ട് വരാടാ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അങ്ങനെ വരേണ്ടി വരും. കാരണം അവൻ്റെ ബിസിനസ്സാണ് പ്രധാനപ്പെട്ടത്. ട്രംപിൻ്റെ മനോരോഗമല്ല അവൻ്റെ പ്രശ്നം.
അവൻ്റെ പ്രശ്നം അവൻ്റെ ബിസിനസ്സാണ്. ആ ബിസിനസ്സിന് വേണ്ടിയിട്ടാണ് അവൻ ഇന്ത്യക്കാരെയും അതേപോലെ ലോകത്ത് മറ്റിടങ്ങളിലുണ്ടായിരുന്ന ആളുകളൊക്കെ അഭയാർത്ഥികളായിട്ട് അവിടെ കയറ്റാനായിട്ട് കാരണം അത് തന്നെയായിരുന്നു. ആ മൈഗ്രേഷൻ്റെ അടിത്തറ എന്ന് പറഞ്ഞാൽ അവൻ്റെ ബിസിനസ്സിൻ്റെ പ്രശ്നമാണ്. അവന് നാട്ടുകാരെ നന്നാക്കാൻ വേണ്ടിയിട്ടൊന്നുമല്ല മൈഗ്രേഷൻ അനുവദിച്ചിരുന്നത്. അവൻ്റെ ബിസിനസ് വളർത്തുന്നതിന് അവന് ആവശ്യമായ ഹ്യൂമൻ റിസോഴ്സ് വേണം. അതിന് ഏറ്റവും നല്ല ഒരു പ്രദേശമാണ് ഇന്ത്യ. ഇന്ത്യയിൽ നിന്ന് അങ്ങനെ ഒരുപാട് പേര് അങ്ങനെ ഒഴുകി അവിടെ എത്തിയിട്ടുണ്ട്. നമ്മളൊരു കാലത്ത് അതിനെ നമ്മളുടെ എന്താണ് ബ്രെയിൻ ഡ്രോപ്പ് എന്നാണ് നമ്മളതിന് വിശേഷിപ്പിച്ചിരുന്നത്. മസ്തിഷ്ക ചോർച്ചയാണ് ശരിക്കും സംഭവിച്ചത്. പക്ഷേ അതൊക്കെ പിന്നീട് നമ്മൾ വിട്ടു. കാരണം എന്താണ്, കുറേ എണ്ണം പോയാലും ഇവിടെ അതിനേക്കാൾ കൂടുതൽ ആളുകൾ വളർന്ന് വികസിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് പ്രശ്നമില്ല എന്ന നിലയ്ക്ക്. അപ്പോൾ ഇത് അവൻ്റെ മാത്രം പ്രശ്നമായിട്ട് അവസാനം മാറി. അതുകൊണ്ടാണ് അമേരിക്കയിലെ വലിയ ഹൈടെക് കമ്പനികൾ ഇന്ത്യയിലേക്ക് വരുന്നു എന്ന് പറയുന്ന വാർത്ത വരുന്നതിൻ്റെ അടിത്തറ ഇതാണ്. എന്തായാലും ട്രംപ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള പ്രവർത്തനം എന്ന് പറയുന്നത് ലോകത്തിൻ്റെ ഇതുവരെയുള്ള ആയിട്ടുള്ള ഗതിക്രമങ്ങളെ മാറ്റുന്നതിന് സഹായിക്കുന്ന ഒന്നായി തീർന്നു. അത് നല്ലതോ ചീത്തോ നമുക്കറിയാൻ പറ്റും. അതെ അതെ, അല്ലല്ല സാറേ, ഇപ്പോൾ ഇതിനകത്ത് വന്ന സാറി പറഞ്ഞപ്പോൾ ഒരു റിപ്പോർട്ട് ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ ആ രാജ്യത്തിനകത്ത് ആ രാജ്യത്തെ പല രാജ്യങ്ങളിൽ നിന്നും ചേക്കേറി വന്ന ഒരു രാജ്യം, ആ രാജ്യത്തിനകത്ത് രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം രാജ്യത്തെ ഈ പറഞ്ഞ പോലെ സമ്പന്നമായ രാജ്യം. പക്ഷേ അതിൻ്റെ ഈ രാജ്യത്തിൻ്റെ വളർച്ചയും ലോകത്തിൻ്റെ നെറുകയിൽ നിൽക്കാൻ കാരണക്കാരനായിട്ടുള്ളത് ഇന്ത്യക്കാരനായിരുന്നു, ചൈനക്കാരനായിരുന്നു, ഈ പറയുന്ന പോലെ ഇസ്രായേലുകാരനായിരുന്നു, നല്ല രീതിയിൽ ഉണ്ടായിരുന്നു. അപ്പം ഇയാൾ ഇപ്പം ഈ മത്സര ബുദ്ധിയോടെ അല്ലെങ്കിൽ ബുദ്ധിശൂന്യതയോടുകൂടി കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ സാറി പറഞ്ഞതുപോലെ വിസയ്ക്ക് റേറ്റ് കൂട്ടുമ്പോൾ അതിൻ്റെ ദോഷം വരാൻ പോകുന്നത് അമേരിക്കയ്ക്ക്. അതുകൊണ്ട് വിസയ്ക്ക് അവിടോട്ട് ആൾ വരണ്ട എന്ന് ട്രംപ് തീരുമാനിച്ചപ്പോൾ വേണ്ട, അവിടുന്ന് ആ കമ്പനി തന്നെ ഇങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. ഇപ്പം തന്നെ ഇന്ന് വന്നൊരു റിപ്പോർട്ടെന്ന് പറഞ്ഞാൽ 1992 ശേഷം ഏറ്റവും കൂടുതൽ ഈ താരിഫിൻ്റെ കൂട്ടിയതുകൊണ്ട് ഏറ്റവും കൂടുതൽ വരുമാനം വന്നേക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക റെക്കോർഡ് വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വേറെ വലിയ ഫെഡറൽ വരുമാനം വന്നിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് വേറെ വലിയൊരു അപകടം, ഒരു വ്യക്തിക്ക് 2000 തൊട്ട് 3000 ഡോളർ വരെ നഷ്ടം. അപ്പം അതിനകത്ത് വരുന്ന പണപ്പെരുപ്പം ആ രാജ്യത്തിനകത്ത് ഉണ്ടാക്കുന്ന പ്രശ്നം വളരെ ഗുരുതരമായ പ്രശ്നം. അപ്പോൾ അത് ഏറ്റവും വലിയ പ്രശ്നമാണ്. പണപ്പെരുപ്പവും ആ രാജ്യത്തിനകത്ത് വിഷയമായി. അപ്പം രാജ്യത്തിൻ്റെ ഇത് വന്നിട്ട് കാര്യമില്ലല്ലോ. ഇപ്പം നമ്മൾ ചെയ്ത എന്തോ നേരെ തിരിച്ചാ. ഏതാ, ഇവിടുത്തെ ആൾക്കാരുടെ വാങ്ങൽ ശേഷി കണ്ടുകൊണ്ട് അവന് കൂടുതൽ വാങ്ങാനുള്ള ഇടമുണ്ടാക്കി കൊടുത്തു. നമ്മുടെ താരിഫിൻ്റെ വിഷയം വന്നു. അപ്പം എത്ര രണ്ട് തലമണ്ടയും തമ്മിലുള്ള വ്യത്യാസം ആലോചിച്ചോണം. ഒരു ട്രംപിൻ്റെ തലമണ്ടയും അല്ലെങ്കിൽ അമേരിക്കയുടെ ഇപ്പോഴത്തെ തലമണ്ടയും നമ്മുടെ നരേന്ദ്രമോദിയുടെ വേണ്ട ഇന്ത്യയുടെ ഇപ്പോഴത്തെ തലമണ്ടയും തമ്മിലുള്ള വ്യത്യാസം. അപ്പം ഇതിനകത്ത് ഞാനീ പറയില്ല, എല്ലായിടത്തും റെസ്യൂം ചേഞ്ച് ഉണ്ടാക്കാൻ നിൽക്കുന്ന അമേരിക്ക നമുക്ക് വേണമെങ്കിലും കരുതാമല്ലോ. അമേരിക്കയ്ക്കകത്ത് ഈ പ്രശ്നങ്ങൾ ഇത്രയും വലിയ പ്രശ്നമായി തീർന്നതെന്നാണ് നമ്മൾക്കെതിരെ നിലപാടെടുത്തതിന് ശേഷമാണെന്ന് വേണമെങ്കിൽ പറയാം. അല്ല ഇന്ത്യക്ക് കീഴടങ്ങുന്ന ഒരു സ്വഭാവ സവിശേഷത ഉണ്ടായിരുന്നെങ്കിൽ ചിലപ്പോൾ അമേരിക്ക വിചാരിച്ചതുപോലെ കാര്യങ്ങൾ അവരുടെ തൊഴുത്തിൽ കൊണ്ടേ കെട്ടാൻ കഴിയുമായിരുന്നു. നമുക്ക് അങ്ങനെ സൗകര്യമില്ല എന്ന് പ്രഖ്യാപിച്ചു. അതാണ് ജയശങ്കർ ഇപ്പോൾ നിർവഹിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഇന്ത്യയുടെ ഒരു ചുമതല. അതെ, ഞാനീ പറഞ്ഞത് അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങാൻ ഇന്ത്യ തയ്യാറാവാതെ നിന്ന അന്ന് തൊട്ട് അമേരിക്കക്കകത്ത് മൊത്തത്തിൽ പ്രശ്നമാണ്. ഇപ്പോൾ ഏറ്റവും അവസാനം ആ രാജ്യത്തിനകത്ത് ഷട്ട് ഡൗൺ ചെയ്തിരിക്കുന്ന രാജ്യം, അടച്ചിട്ടിരിക്കുന്ന രാജ്യം രണ്ട് ചേരിയായിട്ട് അല്ലെങ്കിൽ അമേരിക്കയുടെ താല്പര്യമല്ല, വ്യക്തിപരമായ താല്പര്യം. അതായത് യഥാർത്ഥത്തിൽ ഒരു ആഭ്യന്തര കലഹം അത് ആയുധമെടുത്ത് വെളിയിൽ നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. മക്കളിടത്തൊക്കെ പന്തവും കൊളുത്തി അല്ലെങ്കിൽ ആയുധം കൊടുത്ത് നിൽക്കുന്നില്ലെന്നേ ഉള്ളൂ. അതേ രീതിയിലേക്ക് അമേരിക്ക പോകുന്നത്. ഇത് ഒരുപക്ഷെ നമുക്ക് വേണമെങ്കിൽ അമേരിക്ക ലോകം മൊത്തവും റെസ്യൂം ചേഞ്ച് നടത്തുന്നു അല്ലെങ്കിൽ പ്രശ്നം ഉണ്ടാക്കുന്നു എന്നൊക്കെ ഇന്ത്യയോട് കളിച്ചു കഴിഞ്ഞിട്ട് അമേരിക്ക എല്ലാ രീതിയിലും ആ രീതിയിലേക്കുള്ളൊരു അവസ്ഥയല്ലേ വരുന്നത്. വേണമെങ്കിൽ അതിനകത്ത് നമുക്ക് അങ്ങനെയും കരുതാം. കാരണം ഇയാളുടെ ഈ നിലപാട് ഒരുപക്ഷെ എല്ലാ രാജ്യങ്ങളോടുമുള്ള നിലപാട്, ലോകത്ത് താരിഫ് യുദ്ധത്തിൽ അദ്ദേഹത്തെ നിലപാട്, എല്ലാത്തിനകത്തും കല്ലുകടിയും അല്ലെങ്കിൽ ഉൾട്ട അടിക്കുക എന്ന് പറയുന്നത് സാധാരണ ഭാഷ. ഉൾട്ട അടിച്ചതും ഇന്ത്യയുടെ നിലപാടെടുത്തതിന് ശേഷം ഇന്ത്യ നേരെ നിന്നപ്പോഴുമാണ് നമുക്ക് വിചാരിക്കേണ്ടി വരും. കാരണം താരിഫിൻ്റെ വിഷയത്തിൽ നമുക്ക് പ്രശ്നമല്ല, നമ്മൾ കൈകാര്യം ചെയ്തോളാം. വിസ വിഷയത്തിൽ നമ്മൾ അഭിപ്രായം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞില്ല, നിങ്ങൾ കൈകാര്യം നിങ്ങൾ എന്താണെന്ന് വെച്ചാൽ കാണീര്. അപ്പോൾ അവിടെ എല്ലാം ആരാണ് സാറേ തീരുമാനം എടുക്കുന്നത്? താരിഫിൻ്റെ വിഷയത്തിൽ തീരുമാനം എടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞാൽ അമേരിക്കക്കാരനാണ്, അവിടുത്തെ സാമ്പത്തിക വിദഗ്ധനാണ് പറഞ്ഞത്. ശരിയല്ലാന്ന് ഇപ്പോൾ അവിടുന്ന് വരുന്ന റിപ്പോർട്ട് നമ്മളൊന്നും പറയാൻ പോലും, നമ്മൾ അതിന് വേറെ മാർഗ്ഗം കണ്ടു, നമ്മുടെ അകത്ത് ആഭ്യന്തര വിപണി ഉണ്ട് അവിടെ, അല്ലെങ്കിൽ നമ്മൾ വേറെ മാർഗ്ഗം കണ്ടു. വിസയുടെ വിഷയത്തിൽ നമ്മളൊന്നും അഭിപ്രായം പറഞ്ഞില്ല, നിങ്ങൾ അതുപോലെ ഔട്ട്സോഴ്സിങ്ങിൻ്റെ കാര്യത്തിൽ പുള്ളി അഭിപ്രായം പറഞ്ഞു, നമ്മളൊന്നും പറഞ്ഞില്ല. മരുന്നിൻ്റെ കാര്യത്തിൽ പുള്ളി പറഞ്ഞു, നമ്മളൊന്നും പറഞ്ഞില്ല. മരുന്നിൻ്റെ കാര്യം അവിടെ പ്രശ്നം. ഔട്ട്സോഴ്സിങ്ങിൻ്റെ കാര്യത്തിനകത്തും വരുമ്പം അവിടെ യൂറോപ്യൻസ് പറഞ്ഞു ഇങ്ങോട്ട് വാ,
ഞങ്ങൾ കൈകാര്യം ചെയ്തോളാം, നമ്മൾ പിള്ളേർ അങ്ങോട്ട് പോകാൻ തയ്യാറാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഇവിടെ നിന്ന് ജോലി ചെയ്തോളാം. ഈ പറയുന്ന വിസയുടെ കാര്യം വന്നപ്പം ഫേസ്ബുക്ക് അവൻ്റെ അമേരിക്കൻ കമ്പനി സായിപ്പിൻ്റെ കമ്പനി പറയുക, അയ്യോ അവരെ വിട്ടാൽ ഞങ്ങളുടെ കമ്പനി പൂട്ടും, ഞങ്ങൾക്ക് എന്തായാലും കമ്പനി പൂട്ടാൻ ഒക്കത്തില്ല, കട പൂട്ടാനൊക്കത്തില്ല. അപ്പം യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ കട പൂട്ടാൻ ഈ പറയുന്നത് പോലെ മോദി പോലും വേണ്ട, ജയശങ്കർ മാത്രം മതി എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്ന് പറയേണ്ടി വരും. അല്ലെങ്കിൽ അത്തരത്തിലാണ് കാര്യങ്ങൾ. എത്ര വരട്ടിയെടുക്കുകയും നമ്മുടെ താല്പര്യങ്ങൾക്കും രാജ്യ താല്പര്യങ്ങൾക്കും വിട്ടുവീഴ്ച ചെയ്തുകൊണ്ടുള്ള ഒരു സമീപനവും ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നാണ് ജയശങ്കർ അവസാനം പറഞ്ഞ വർത്തമാനത്തിൽ നമുക്ക് മനസ്സിലാകും. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.